സംഭവിച്ച കാര്യങ്ങൾ തന്നെ ജീവിതത്തിൽ പിന്നെയും പിന്നെയും സംഭവിക്കുക, ഒരേപോലത്തെ ആൾക്കാരെ തന്നെ വീണ്ടും വീണ്ടും മീറ്റ് ചെയ്യുക, ഇങ്ങനെയുള്ള ഒരു ലൂപ്പിലാണോ നിങ്ങൾ? എങ്കിൽ ഞാൻ അതിനൊരു പോംവഴി പറഞ്ഞു തരാം. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ ചിന്തകളും നിങ്ങളുടെ പെരുമാറ്റങ്ങളൊക്കെ തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിലെ റിയാലിറ്റികളെ ഷെയ്പ്പ് ചെയ്യുന്നത്. സംഭവിച്ച കാര്യങ്ങൾ തന്നെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ആദ്യം ചെയ്യേണ്ട കാര്യം നിങ്ങളുടെ ചിന്തകളെ ഒന്ന് മാറ്റിപ്പിടിക്കുക എന്നുള്ളതാണ്. നല്ലത് മാത്രം ചിന്തിക്കുക എന്ന് പറയുന്നത് ചിലർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമായിരിക്കും. പതുക്കെ പതുക്കെ ശീലിച്ചു കഴിഞ്ഞാൽ അത് പിന്നെ ശീലമായിക്കോളും. ഒരു നെഗറ്റീവ് തോട്ട് വരുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, ഇങ്ങനെ ചിന്തിച്ചിട്ട് എനിക്ക് എന്താണ് സംഭവിക്കുക? ഒന്നല്ലെങ്കിൽ നിങ്ങളുടെ എനർജി ഡ്രെയിൻ ആവും, അല്ലെങ്കിൽ നിങ്ങളുടെ മാനസിക ആരോഗ്യത്തിന്റെ നില തെറ്റും. ഇനി നെഗറ്റീവ് തോട്ട് വരുന്ന സമയത്ത് ഈ ഒരു ചോദ്യം നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക, എന്തെങ്കിലും ഉപകാരം ഉണ്ടോ ഇതുകൊണ്ട്? ഇല്ലാന്ന്. അപ്പോൾ ഈ ഒരു നെഗറ്റീവ് തോട്ട് അല്ലെങ്കിൽ നെഗറ്റീവ് തിങ്കിങ് താനേ നിന്ന് പോകും. ഇങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് പോസിറ്റീവ് തിങ്കിങ് വരും. അപ്പോൾ നമ്മളുടെ ബ്രെയിന് പുറപ്പെടുവിക്കുന്ന കുറേ ബ്രെയിൻ വേവ്സ് ഉണ്ട്. ആ വേവ്സ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് ആയിട്ടുള്ള ഔട്ട്കംസ് ആയിരിക്കും വരുന്നുണ്ടാവുക, നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് ഔട്ട്കംസ് ആയിരിക്കും വരുന്നുണ്ടാവുക. പോസിറ്റീവ് ഔട്ട്കംസ് വരുന്ന സമയത്ത് നിങ്ങളുടെ ലൈഫ് ബെറ്റർ ആവുന്നത് നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും. നിങ്ങൾ നല്ല രീതിയിൽ ചിന്തിക്കാൻ തുടങ്ങി, അതേ ചിന്താഗതിയുള്ള ആൾക്കാരായിരിക്കും നിങ്ങളുടെ ചുറ്റും ഉണ്ടാവുക. ഇനി അങ്ങനെ അല്ലാത്ത ആൾക്കാർ നിങ്ങളുടെ ചുറ്റുവട്ടത്തുണ്ടെങ്കിൽ അവരെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് നിങ്ങളെ വിട്ടു പോയിരിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ വേറൊരു പ്രത്യേകത. എങ്ങനെയാണ് ആ ഒരു ലൂപ്പിൽ നിന്ന് നിങ്ങൾക്ക് മാറാൻ പറ്റുക? ചിന്താഗതി മാറ്റുക, താനേ നിങ്ങളുടെ പ്രവർത്തികൾ മാറിക്കോളും, അങ്ങനെ ചുറ്റുപാട് മാറിക്കോളും. ആ ലൂപ്പിൽ നിന്ന് നിങ്ങൾ പുറത്തു വന്നോളും. വീണ്ടും ആ ലൂപ്പിലേക്ക് പോകുന്നു അല്ലെങ്കിൽ അങ്ങനെ ഒരു സന്ദർഭം നിങ്ങൾക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളോട് തന്നെ കുറേ ചോദ്യങ്ങൾ ചോദിക്കുക. ഇത് എന്തിനാണ് ഇങ്ങനെ ഇതാക്കുന്നത്? എന്തെങ്കിലും ലെസൺസ് ഇനി പഠിക്കാനുണ്ടോ? അല്ലെങ്കിൽ ഞാൻ ഇതിനെങ്ങനെ റിയാക്ട് ചെയ്യണം എന്നുള്ളതൊക്കെ നിങ്ങൾ തന്നെ ചിന്തിച്ചൊരു ഉത്തരം കണ്ടുപിടിച്ച് അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ തന്നെ ഒന്ന് ട്രെയിൻ ചെയ്യിപ്പിക്കുക. ഇനി രാവിലെയും വൈകിട്ടും ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അത് നിങ്ങൾ അതേപോലെ ഫോളോ അപ്പ് ചെയ്യണം. അത് ഞാൻ അടുത്ത വീഡിയോ, അടുത്ത പാർട്ടായിട്ട് ചെയ്യുന്നതാണ്. ഇനി ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ ലെങ്ത് ആവും വീഡിയോയ്ക്ക്. സോ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക. ഈ ഒരു വീഡിയോയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് എൻ്റെ ലൈഫിൽ കുറേ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കും അതുപോലെയൊക്കെ വേണമെന്ന് ആഗ്രഹം ഉണ്ടാവില്ലേ? അങ്ങനെയുള്ള പിള്ളേരുണ്ടെങ്കിൽ അവർക്ക് കൂടെ ഒന്ന് ഉപകാരം ആവട്ടെ എന്ന് വെച്ചിട്ടാണ്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക. ഇനി കമൻറ്റ് ചെയ്യുക, എന്ത് ലൂപ്പിലാണ് ഇപ്പോൾ നിങ്ങൾ പെട്ട് കിടക്കണമെന്നുള്ളത്. എല്ലാത്തിനും ഒരു പരിഹാരമുണ്ട്, വീഡിയോസ് ആയിട്ട് വരുന്നതാണ്. അപ്പോൾ ബൈ.